നശിച്ചു പോകേണ്ട മൂന്നാമത്തെ ആളാരാ? റമളാൻ കിട്ടിയ ആളാ. റമളാൻ കിട്ടാത്ത ആളല്ല. നമുക്കൊക്കെ റമളാൻ കിട്ടി. പക്ഷേ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ ചെയ്ത ദുആ, മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫറു ലഹു, ആ റമളാൻ കൊണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. ജീവിത വിശുദ്ധി ഉണ്ടായിട്ടില്ല റമളാനിലൂടെ പാപവിമുക്തമായ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല. വിശുദ്ധ റമളാനിലൂടെ ജീവിതത്തിലെ പരിശുദ്ധി കൈവരിക്കാത്തവൻ നശിച്ചു പോകട്ടെ എന്ന് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാ. ചിന്തിക്കണേ, ആരിലൂടെ വന്ന ദുആയാ? പടച്ച തമ്പുരാന് പോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയത് എന്താണ്? ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മകീൻ ഉമുതാഇൻ സമ്മ അമീൻ. വിശ്വസ്തനായ ജിബ്രീൽ, അതിശക്തനായ ജിബ്രീൽ, അല്ലാഹുവിന്റെ ദർബാറിൽ വെച്ച് പടച്ച തമ്പുരാന് പുകഴ്ത്തി പറഞ്ഞ ജിബ്രീൽ, അങ്ങനെയുള്ള പടച്ച തമ്പുരാന്റെ പരിശുദ്ധരായ സൃഷ്ടികളായ ബാലാകമാരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ഏറ്റവും കൂടുതൽ സാമീപ്യം സിദ്ധിച്ച ജിബ്രീൽ, ആ ജിബ്രീൽ ദുആ ചെയ്യുകയാ. ആ ദുആയ്ക്ക് ആമീൻ പറഞ്ഞതാരാ? വമാ യംതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. അതേ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുപോലും ഉരിയാടാത്ത, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുമതിയില്ലാതെ ചെഞ്ചുണ്ടുകളിലൂടെ ഒരക്ഷരം പോലും പുറത്തേക്ക് മുഴിയാത്ത ഹബീബായ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. ഈ ലോകത്തിന്റെ നിത്യവസന്തമായ ഹബീബായ മുത്തിദാ ആമീൻ പറയുകയാ. നമ്മുടെ ഓരോരുത്തരെയും കരളിന്റെ കുളിരായ ഹബീബായ മുത്തിദാ ആമീൻ പറയുകയാ. മനസ്സിന്റെ വസന്തമായ ഹബീബായ മുത്തിദാ ആമീൻ പറയുകയാ. ഈ ലോകത്തെ സർവ്വ സൗന്ദര്യത്തിന്റെയും നിറവിടമായ ഹബീബായ മുത്തിദാ ആമീൻ പറയുകയാ. എന്റെ സഹോദരങ്ങളെ, അപകടമാ റമളാൻ കിട്ടിയിട്ടും റമളാനിലൂടെ ജീവിത വിശുദ്ധി കൈവരിക്കാത്ത ഒരു സ്ത്രീയോ പുരുഷനോ നശിച്ചു പോകട്ടെ എന്ന് ഹബീബായ മുത്ത് ആമീൻ പറഞ്ഞ ദുആയാണെങ്കിലോ ഞാനും നിങ്ങളും കരുതി പോകല്ലേ. അത് റമളാനിൽ നോമ്പ് പിടിക്കാത്തവനെതിരെയാ, അത് റമളാനിൽ നിസ്കരിക്കാത്തവനെതിരെയാ, അത് റമളാനിൽ സ്വതക്ക കൊടുക്കാത്തവനെതിരെയാ, അത് റമളാനിൽ പർദ്ദ ധരിക്കാത്തവർക്കെതിരെയാ, അത് റമളാനിൽ ഇബാദത്തുകൾ ചെയ്യാത്തവർക്കെതിരെയാ എന്ന് കരുതി പോകല്ലേ സഹോദരാ, എന്ന് കരുതി പോകല്ലേ സഹോദരി. ഹബീബായ മുത്ത് തന്നെ പഠിപ്പിച്ചല്ലോ, റമളാനിൽ നോമ്പ് പിടിച്ചവർക്കും പ്രശ്നങ്ങളുണ്ട്, റമളാനിൽ നിസ്കരിച്ചവർക്കും പ്രശ്നങ്ങളുണ്ട്. ഹബീബായ മുത്ത് പറയുകയാ, വിശുദ്ധ റമളാനിൽ നോമ്പ് പിടിച്ച കുറെ നോമ്പുകാരുണ്ട്, പകലുകളിൽ നോമ്പ് പിടിച്ച കഷ്ടപ്പെട്ട കുറെ മനുഷ്യരുണ്ട്. പക്ഷേ അവരുടെ ആ നോമ്പുകൾ കൊണ്ട് പട്ടിണിയും ദാഹവുമല്ലാതെ മറ്റൊരു നേട്ടവും അവർക്കില്ല. കുറെ നോമ്പുകാരുണ്ട്, ആ നോമ്പ് കൊണ്ട് പട്ടിണിയല്ലാതെ, ആ നോമ്പ് കൊണ്ട് ദാഹമല്ലാതെ മറ്റൊരു നേട്ടവും അവർക്കില്ല, മറ്റൊരു പ്രതിഫലവും അവർക്കില്ല, മറ്റൊരു പ്രതിഫലനവും അവർക്കില്ല. റമളാനിൽ കുറെ നമസ്കാരക്കാരുണ്ട്, റമളാനിൽ തറാബീഹ് നിസ്കരിച്ച കുറെ ആളുകളുണ്ട്, റമളാനിൽ തസ്ബീഹ് നിസ്കരിച്ച കുറെ ആളുകളുണ്ട്, റമളാനിൽ ഖിയാമുൽ ലൈൽ നിസ്കരിച്ച കുറെ ആളുകളുണ്ട്. പക്ഷേ അവരുടെ നിസ്കാരങ്ങൾ കൊണ്ട് ഉറക്കമൊഴിക്കലല്ലാതെ മറ്റൊരു നേട്ടവും അവർക്കില്ല, മറ്റൊരു പ്രതിഫലവും അവർക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ ചിന്തിക്കണേ, നോമ്പ് പിടിച്ചവരുടെ കാര്യമാ, നിസ്കരിച്ചവരുടെ കാര്യമാ. അതേ നോമ്പ് പിടിച്ച ഞാനും ആ കൂട്ടത്തിൽ പെട്ടുപോയിട്ടോ, നിസ്കരിച്ച ഞാനും ആ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ടോ, തസ്ബീഹ് നിസ്കരിച്ച ഞാനും ആ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ടോ, ഖിയാമുൽ ലൈൽ നിസ്കരിച്ച ഞാനും ആ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ടോ? ഞാനും നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടുപോയിട്ടെങ്കിൽ അല്ലാഹുവേ, ഏറ്റവും വലിയ അപകടമാണ്, അപകടമാണ്, അപകടമാ. പടച്ച തമ്പുരാൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.